ഒരു പമ്പിൽ നിന്നും ഒഴിവാക്കിയ സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ടാങ്കിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത്. 4 ടാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനന്തപൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു പമ്പിലാണ്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ നേരെ പാർക്കിംഗ് ചെയ്ത ഒരു ഏരിയയാണ്. വലിയൊരു പമ്പ്, അതായത് ഒരു മൂലക്കൽ മാത്രമാണ് പമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി എന്ന് പറയാവുന്ന ഒരു സ്ഥലം പമ്പുകളാണ്. ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ സ്റ്റേ അടിക്കാൻ, അത് വണ്ടിയിലായിക്കോട്ടെ ടെൻ്റ് അടിക്കാനൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ അനുവദിക്കും, ചില ആളുകൾ അതിന് സമ്മതിക്കില്ല. പക്ഷെ പോലീസുകാരുടെ ബുദ്ധിമുട്ട് അവിടെയും ഉണ്ടാവും എന്നുള്ളതാണ്. അവർ ഈ കിമ്പളം പറ്റി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കിയെടുത്തത് കൊണ്ടൊക്കെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ ചായക്കടകളൊക്കെ തന്നെ ഒരുപാട് ആന്ധ്രാപ്രദേശിൽ കാണുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരു മീറ്റപ്പൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചായക്കടയിലേക്കൊക്കെ വെക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്ത് സംസാരിച്ച് എന്നിട്ടൊക്കെ ഇവിടുന്ന് ആക്കത്തിൽ പോകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചായക്കടൻ്റെ ഒക്കെ പ്രത്യേകത. സെൽഫ് സർവീസ് എന്ന് പ്രത്യേകം എല്ലാ കടകളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ടൈം അവിടെ ഇരുന്നാലും അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം കൂടിയാണല്ലോ.